ഹിറാഗോയിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പേടിച്ച് വിറച്ചുകൊണ്ട് നേരെ ഖദീജ ബീവിൻ്റെ അടുത്തേക്ക് വരികയാണ്. എന്നിട്ട് ഖദീജ ബീവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, എന്നെ പുതപ്പിട്ട് മൂടുവിൻ എന്ന് പറഞ്ഞുകൊണ്ട് ഖദീജ ബീവി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖദീജ ബീവി പുതപ്പിട്ട് മൂടുന്നു. എന്നിട്ട് ആ ഭയത്തിനൊരു ശമത വന്നപ്പോൾ, ഭയം ഒന്ന് കുറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സംഭവിച്ച എല്ലാ കാര്യങ്ങളും ഖദീജ ബീവിയോട് തുറന്നു പറഞ്ഞു. അപ്പോൾ ഖദീജ ബീവി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നബിയെ അങ്ങ് പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം അങ്ങയെ അള്ളാഹു ഒരിക്കലും കൈവിടുകയില്ല. കാരണം അള്ളാഹുവിൻ്റെ റസൂല് അങ്ങ് കുടുംബബന്ധം ചേർക്കുന്നവരാണ്, പാവപ്പെട്ടവരെ സഹായിക്കുന്നവരാണ്, അതിഥികളെ സൽക്കരിക്കുന്നവരാണ്. അതുകൊണ്ട് അങ്ങ് ഒരിക്കലും പേടിക്കേണ്ട. അങ്ങയുടെ അള്ളാഹു ഒരിക്കലും കൈവിടില്ല എന്ന് ഖദീജ ബീവി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു. അങ്ങനെ ഈ ഭയമൊക്കെ മാറി, പനിയൊക്കെ മാറിയതിന് ശേഷം ഖദീജ ബീവിൻ്റെ കൂടെ വർക്കത്ത് ബിൻ നൗഫലിൻ്റെ അടുത്തേക്കാണ് പോയത്. നബിയും ഖദീജ ബീവിയും കൂടി വർക്കത്ത് ബിൻ നൗഫലിൻ്റെ വീട്ടിലേക്ക് പോയി. അദ്ദേഹം അതായത് മുമ്പേ ഉള്ള വേദഗ്രന്ഥങ്ങൾ പഠിച്ച ഒരു പണ്ഡിതനായിരുന്നു. അദ്ദേഹം പറഞ്ഞു, നബിയെ അങ്ങയുടെ സമുദായം അങ്ങയെ തള്ളിപ്പറയുകയാണെങ്കിൽ, ഞാൻ ജീവിച്ചിരിക്കുകയാണെങ്കിൽ അങ്ങയുടെ കൂടെ ഞാനുണ്ടാകുമെന്ന് നബിക്ക് ഉറപ്പ് കൊടുത്തൊരു വ്യക്തി കൂടിയാണ്. എന്നിട്ട് നബി ഹിറാ ഗുഹയിൽ സംഭവിച്ച കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞു കൊടുത്തു. അപ്പോൾ നബിയോട് പറഞ്ഞു, നബിയെ അങ്ങ് പേടിക്കേണ്ട ആവശ്യമില്ല. അങ്ങയുടെ അടുത്തേക്ക് വന്നിട്ടുള്ളത് മൂസാ നബിയുടെ അടുത്തേക്ക് വരാറുള്ള മലക്ക് മാത്രമാണ്. അതുകൊണ്ട് അങ്ങ് പേടിക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞു.